മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് പരാതി. കിഡ്നി സ്റ്റോണിന് ചികിത്സയ്ക്കെത്തിയ രോഗി മരിച്ചു. വാണിമേൽ സ്വദേശി റീജിത്താണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആദ്യ സർജറിയും ഈ വർഷം ഏപ്രിലിൽ രണ്ടാമത്തെ സർജറിയും ചെയ്ത രോഗിയാണ് മരിച്ചത്. ആദ്യ സർജറി ചെയ്തതിൽ വീഴ്ചയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആദ്യ സർജറിക്ക് ശേഷം യൂറോളജി ഡോക്ടർക്ക് വീട്ടിൽ പോയി പണം നൽകിയിട്ടുണ്ടെന്നും കുടുംബം പറയുന്നു. ആ ആരോപണം, കുടുംബത്തിന്റെ പ്രതികരണം നമുക്ക് ആദ്യം കേൾക്കാം. സൂപ്രണ്ടും അധികാരികളും ആരും മറുപടി തന്നില്ല. അവർ മറുപടി തന്നതിന് ശേഷം ബന്ധുക്കളോട് പറയട്ടെ. ഞങ്ങൾക്ക് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അതിനൊരു മറുപടി കിട്ടാണ്ട് നമ്മളിപ്പോൾ ഇൻക്വസ്റ്റ് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഫസ്റ്റ് സർജറി കഴിഞ്ഞ് വേദന മാറുന്നില്ല. അപ്പോൾ അടുത്തുള്ള ബെറ്റിൽ ആൾക്കാർക്ക് ചോദിച്ചു ഞങ്ങൾ പൈസ കൊടുത്തിരുന്നു. അപ്പോൾ അവർ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞു ഫസ്റ്റ്. അപ്പോൾ പറഞ്ഞു പൈസ കൊടുത്താൽ ഡോക്ടർ വന്ന് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ വീട്ടിൽ പോയി അന്നത്തെ ഫീസും ഈ 5000 രൂപ അയാൾ എണ്ണി മേടിച്ചതാണ്, കവറിട്ട് കൊടുത്തോന്നല്ല. ഡോക്ടറുടെ പേരെന്താ? വേണുഗോപാൽ സാർ. രണ്ടാമത്തെ സർജറി ചെയ്തത് നിങ്ങളുടെ അനുമതി വാങ്ങിയിട്ടില്ല? ഇല്ല, അനുമതി വാങ്ങിയിട്ടില്ല. രണ്ടാമത്തെ സർജറി പെട്ടെന്ന് അവർ തീരുമാനിക്കുന്നതാണ്. അങ്ങോട്ട് പോയപ്പോൾ പേഷ്യൻറ്റിനെ മാത്രം ഉള്ളിലേക്ക് വിളിച്ച് ഞാൻ ബൈസ്റ്റാൻഡേഴ്സിനെ പുറത്തെത്തിച്ച്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഒരു സ്ലിപ്പും കൊണ്ടുവരുന്നത്, ഇത്രയും സാധനങ്ങൾ മേടിക്കണമെന്ന്. കഴിഞ്ഞ സർജറിക്ക് 8500 രൂപ സാധനം മേടിച്ച് കൊടുത്തി. അതേപോലത്തെ സാധനം മേടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് സർജറി ഉണ്ട്, ചെയ്യേണ്ടെന്ന് പറഞ്ഞ് കൺസെൻറ്റ് ഒപ്പിട്ട് കൊടുത്തില്ല, സാധനം ഒന്നും മേടിച്ച് കൊടുത്തില്ല. അവർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെയ്തിട്ട് പകുതി ആയിട്ടുണ്ട്, പിന്നെ പറഞ്ഞ ഐസിയിലേക്ക് മാറ്റി. എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അത് ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞത്. അതിനുശേഷം പിന്നെ രോഗം മൂർച്ഛിച്ച്. എന്നാൽ ചികിത്സാ പിഴവ് ആരോപണം മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധിച്ചു. ചികിത്സയ്ക്ക് എത്തുമ്പോഴേ ഗുരുതരാവസ്ഥയിലായിരുന്നു രോഗിയെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം. അതും കേൾക്കാം. നമ്മൾ ഒരു സാധാരണ ഒരു സിമ്പിൾ സ്റ്റോൺ ഉള്ള ഒരു കേസ് ആയിരുന്നില്ലത്. രണ്ട് സൈഡിലും സ്റ്റോണുകളും രണ്ട് സൈഡിലും പഴുപ്പുകളും സ്റ്റേജ് 5 കിഡ്നി ഡിസീസും ഒത്തിരി അസുഖങ്ങളുള്ള ഒരു രോഗി. അത് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തും ചെയ്യാത്ത ഭാഗത്തും തനിയെ പഴുപ്പുകൾ രൂപം കൊണ്ടുപോയി. അതിന് കാരണം ഇദ്ദേഹത്തിൻ്റെ കിഡ്നി പ്രശ്നമായിരിക്കാം. അപ്പോൾ നമ്മൾ വലതുവശത്തെ സ്റ്റോൺ ക്ലിയർ ചെയ്തു, ട്യൂബ് ഇട്ട് വെച്ചു. നമുക്ക് രണ്ട് സൈഡ് ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. ഒന്നിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിഡ്നി ഫുൾ ഫെയിലറിലേക്ക് പോയി സ്ഥിരമായിട്ട് ഡയാലിസിസ് പോകും. അതുകൊണ്ടാണ് ഒരു സൈഡ് ചെയ്തത്, മറ്റേ സൈഡ് വെയിറ്റ് ചെയ്തത്. അപ്പോഴത്തേക്ക് തന്നെ മറ്റേ സൈഡിന് പഴുപ്പ് നിറഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്ത ഭാഗത്തും ചെയ്യാത്ത ഭാഗത്തും എല്ലാം പഴുപ്പുകൾ വരികയും പല പല കോംപ്ലിക്കേഷൻസിൽ രോഗി പോവുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞിട്ടാണ് എല്ലാം അതിപ്പോൾ നമുക്ക് ഇതിൽ കാണിക്കാൻ വയ്യ. എല്ലാറ്റിനും പ്രോപ്പർ കൺസെൻറ്റ് നമ്മളെല്ലാ രോഗിയോടും ഈ ട്യൂബ് ഇടുന്നവരെ സമ്മതം വാങ്ങിയിട്ടുണ്ടാവും. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചികിത്സാ പിഴവുകൾക്ക് ഒരു കുറവും ഇപ്പോഴുമില്ല. ഇതും വളരെ ഗൗരവതരമായിട്ടുള്ളൊരു പിഴവാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. കുടുംബത്തിന്റെ ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് തന്നെ കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട് ഇടതുവശത്ത് നടത്തേണ്ട സർജറി വലതുവശത്ത് നടത്തിയെന്നാണ്. ഇപ്പോൾ ഈ വിശദീകരണം കേൾക്കുമ്പോൾ അതിൽ ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് രണ്ട് ഭാഗത്തും പ്രശ്നമുണ്ട്. അതിൽ ആദ്യം വലതുഭാഗത്തെ പ്രശ്നം പരിഹരിക്കാൻ നോക്കിയപ്പോഴേക്കും ഇടതുവശത്ത് പഴുപ്പ് നിറഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ ആശുപത്രിയുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള പിഴവുകൾ കുടുംബം ആരോപിക്കുന്നത് എന്തൊക്കെയാണ്? ഈ യൂറോളജി ഡോക്ടർക്ക് പണം നൽകി എന്നൊക്കെ പറയുന്നത് വലിയ പിഴവായി തന്നെ ഈ സിസ്റ്റം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇതിൽ ഓരോ പിഴവുകളും പരിഹരിക്കാൻ സർക്കാർ ഏതു തരത്തിൽ, പ്രത്യേകിച്ച് നിയമസഭയിലടക്കം ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ കേട്ടു. അതിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യാം. എന്താണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്? കുടുംബത്തിന്റെ ആരോപണം, ആശുപത്രിയുടെ വിശദീകരണം എന്താണ്? റോഷനെ, 2 ആരോപണങ്ങളുമാണ് ഈ റീജിത്തിന്റെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന് ഈ ചികിത്സാ പിഴവ്, 2 കൈക്കൂലി. അതിൽ ചികിത്സാ പിഴവിൽ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം റീജിത്തിന്റെ കുടുംബം പറയുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഈ വൃക്കയിൽ കല്ല് നിറഞ്ഞതിനെ തുടർന്ന് സർജറിക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ വലതുവശത്ത് കീ ഹോൾ സർജറി ചെയ്യുന്നു. അത് യഥാർത്ഥത്തിൽ ഇടതുവശത്തായിരുന്നു ചെയ്യേണ്ടതെന്ന നിലപാടിലാണ് കുടുംബമുള്ളത്. അതിനുശേഷം ഈ വീണ്ടും രോഗം കൂടുന്നു, വയറ്റിൽ പഴുപ്പുണ്ടാകുന്നു, വലിയ രീതിയിൽ പഴുപ്പ് വരുന്നു. അങ്ങനെ പലതവണ ആശുപത്രിയിൽ വരുന്നു, ട്യൂബ് ഇടുന്നു. അതിനുശേഷം ഈ വർഷം ഏപ്രിൽ 1 വീണ്ടും ഇടതുവശത്ത് സർജറി ചെയ്തു. അങ്ങനെ സർജറി ചെയ്യുന്ന ഘട്ടത്തിൽ സർജറി ചെയ്യേണ്ടതില്ല എന്ന് കുടുംബം പറഞ്ഞു. ഒപ്പിട്ട് നൽകിയിരുന്നില്ല, അനുമതി നൽകാതെ സർജറി ചെയ്തു എന്നാണ് കുടുംബത്തിന്റെ പരാതി. അതുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റീജിത്ത് വെന്റിലേറ്ററിലായിരുന്നു. ഇന്ന് പുലർച്ചെ 4:45 മരിക്കുന്നത്. അങ്ങനെ ഇന്ന് മരിക്കുന്നു. അതിനുശേഷമാണ് വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരൊക്കെ തന്നെ പ്രതിഷേധമായി രംഗത്ത് വരുന്നു, പോലീസിന് പരാതി നൽകുന്നു, മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലേക്ക് വരുന്നു. ആ ഘട്ടത്തിലാണ് മെഡിക്കൽ കോളേജിലെ അവിടെയുള്ള സൂപ്രണ്ട് ഇൻചാർജും ഒപ്പം തന്നെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സും മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതായത് റീജിത്തിന് ഈ 2 വൃക്കകളിലും കല്ല് നിറയുന്ന ഒരു അസുഖമാണ് ഉണ്ടായിരുന്നത്. 2015 അതായത് 11 വർഷം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ വലിയ രീതിയിലുള്ള സർജറി, അതായത് വയറ് തുറന്നുള്ള സർജറി, മേജർ സർജറി ഈ വിഷയത്തിൽ റീജിത്തിന് ചെയ്തിരുന്നുവെന്നാണ് രേഖകൾ പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും 2 വൃക്കകളും കല്ല് നിറയുന്ന അസുഖം വന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ 2025 ഓഗസ്റ്റ് മാസത്തിൽ. അതുകൊണ്ട്
കീ ഹോൾ സർജറി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഒരു തവണ വലിയ സർജറി ചെയ്തു, വലിയ രീതിയിൽ ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ക്രിയാറ്റിൻ വരെ 5 ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മേജർ സർജറി ചെയ്തു കഴിഞ്ഞാൽ അത് ജീവന് തന്നെ ആപത്താകും. അതുകൊണ്ടാണ് കീ ഹോൾ സർജറി ചെയ്യാൻ തീരുമാനിച്ചത്. ഈ രോഗിയുടെ ബന്ധുക്കൾ പറയുന്നത് പോലെ വലതുവശത്ത് തന്നെയാണ് ചെയ്തത്, ഇടതുവശത്തല്ല ചെയ്യേണ്ടിയിരുന്നതെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. കാരണം വലതുവശത്തെ കിഡ്നിക്കാണ് കുറച്ചും കൂടി ആരോഗ്യമുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി ആരോഗ്യമുള്ള കിഡ്നിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വലതുവശത്ത് കീ ഹോൾ സർജറി ചെയ്തിരിക്കുന്നത്. ആ സർജറി ചെയ്ത സമയത്ത് തന്നെ ഇടതുവശത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു, കല്ലുണ്ടായിരുന്നു. ആ സർജറിക്ക് ശേഷം 2 കിഡ്നികളിലും പഴുപ്പ് നിറഞ്ഞു, വയറ്റിൽ പഴുപ്പ് നിറഞ്ഞു. ആ ഘട്ടത്തിലാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 1-ാം തീയതി, അത് സർജറി അല്ല, ഇടതുവശത്ത് ട്യൂബ് ഇടുകയാണ് ചെയ്തതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. സർജറി അല്ല, കുടുംബം പറയുന്നത് സർജറി ആണെന്ന് പറയുന്നു. പക്ഷേ അത് പഴുപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഇടതുവശത്ത് ട്യൂബ് ഇടുക മാത്രമാണ് ചെയ്തത്. വലിയ രീതിയിൽ ക്രിയാറ്റിൻ കൂടുകയും ചെയ്തു, പഴുപ്പ് നിറയുകയും ചെയ്തു. അങ്ങനെ ഗുരുതരാവസ്ഥയിലേക്ക് രോഗി പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ മരണമടഞ്ഞതെന്ന് ഈ ഡോക്ടേഴ്സ് പറയുന്നു. അതോടൊപ്പം തന്നെ സൂപ്രണ്ട് ഇൻചാർജ് പറയുന്നു, എല്ലാ മെഡിക്കൽ രേഖകളും മെഡിക്കൽ കോളേജിലുണ്ട്. ഇനി ഞങ്ങൾ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ വിദഗ്ധ സംഘം അന്വേഷിച്ച് വിദഗ്ധർ പരിശോധിച്ച് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നടപടി എടുത്തോട്ടെ എന്ന നിലപാടിലേക്ക് മെഡിക്കൽ കോളേജ് അധികൃതർ എത്തുകയും ചെയ്തു. ഏതായാലും ഇന്ന് രാഷ്ട്രീയ നേതാക്കളൊക്കെ എത്തി കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ അധികൃതരുമായി ചർച്ച നടത്തി. അങ്ങനെ ഒരു 3 അംഗ കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ട്. അതായത് 3 വകുപ്പ് മേധാവിമാർ ഉൾപ്പെടുന്ന സംഘം ഇത് അന്വേഷിക്കും, കുടുംബത്തിന്റെ പരാതി അന്വേഷിക്കും, വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കും. ഒപ്പം തന്നെ ഫോറൻസിക് സർജന്റെ മേൽനോട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്. മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും. മറ്റൊരു 2ാമത്തെ ആരോപണം കൈക്കൂലി നൽകിയെന്ന ആരോപണമാണ്. അതായത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ വകുപ്പ് മേധാവിയാണ് റീജത്തിന് ചികിത്സ നൽകിയത്. അദ്ദേഹമാണ് ആദ്യത്തെ ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. പക്ഷേ അദ്ദേഹമാണോ നേരിട്ട് സർജറി നടത്തിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഡോക്ടേഴ്സ് ആണോ എന്ന കാര്യത്തിൽ സൂപ്രണ്ട് ഇൻചാർജോ അല്ലെങ്കിൽ യൂറോളജിയിലെ മറ്റ് ഡോക്ടേഴ്സോ മറുപടി പറഞ്ഞിട്ടില്ല. അത് രേഖകൾ നോക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കുടുംബാംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം നേരിട്ടല്ല, അദ്ദേഹത്തിന്റെ കീഴിലുള്ള മറ്റ് ഡോക്ടേഴ്സാണ് ചെയ്തതെന്ന് പറയുന്നത്. ഏതായാലും ആദ്യത്തെ സർജറിക്ക് ശേഷം, അതായത് 2025 ഓഗസ്റ്റിലെ സർജറിക്ക് ശേഷം മറ്റ് രോഗികൾ പറഞ്ഞറിഞ്ഞ്, അതായത് ഇത് കോംപ്ലിക്കേഷൻ വന്ന ഘട്ടത്തിൽ കൂടുതൽ പരിചരണം കിട്ടാൻ വേണ്ടിയും രോഗം വേഗത്തിൽ ഭേദമാകാൻ വേണ്ടിയും ഈ ഡോക്ടറുടെ വീട്ടിൽ പോയി പണം നൽകി കഴിഞ്ഞാൽ കാര്യങ്ങൾ വേഗത്തിൽ നടക്കുമെന്ന് അറിഞ്ഞ് അങ്ങനെ കോഴിക്കോട് ചേവായൂരുള്ള ഡോക്ടറുടെ വീട്ടിൽ പോയി 5000 രൂപ നൽകിയെന്നാണ് റീജത്തിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്. അതിനുശേഷമാണ് 2ാമത്തെ സർജറി നടക്കുന്നത്. പക്ഷേ ഈ കൈക്കൂലി നൽകിയെന്ന കാര്യത്തിൽ നിലവിൽ ഈ ആരോപണ വിധേയനായ ഡോക്ടർ കഴിഞ്ഞ 31-ാം തീയതി റിട്ടയർഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നാണ് സൂപ്രണ്ട് ഇൻചാർജ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും രോഗം ഭേദമായിരുന്ന ഈ രീതിയിലുള്ള ആരോപണങ്ങൾ വരില്ലല്ലോ എന്നാണ് ഡോക്ടേഴ്സ് ചോദിച്ചിരിക്കുന്നത്. ഏതായാലും 2 ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതിൽ 1ാമത്തെ ആരോപണത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമായി തന്നെ പരസ്യമായി തന്നെ അത് നിഷേധിച്ചുകൊണ്ട് മറുപടി നൽകിയിരിക്കുന്നു. 2ാമത്തെ കാര്യം ഈ കൈക്കൂലിയാണ്. അത് ഏതായാലും വകുപ്പ് മന്ത്രി ഉൾപ്പെടെ അന്വേഷിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. റോഷ്നി, ശരിയാണ്. സിനോജ് പറഞ്ഞു നിർത്തിയതുപോലെ, 1 ചികിത്സാ പിഴവ് എന്നുള്ള ആരോപണം, 2 കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ഈ ആദ്യത്തെ സർജറി നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം, 3 ഈ കൈക്കൂലി. അപ്പോ ഇതിൽ ഈ 3-അംഗ സംഘം അന്വേഷിക്കട്ടെ, കൃത്യമായി തന്നെ ഇതിലൊരു ആർക്കാണ് വീഴ്ച പറ്റിയത് എന്നുള്ള കണ്ടെത്തലിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്തുകയും അതിൽ നടപടി ഉണ്ടാവുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ആരോഗ്യ വകുപ്പ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് നമ്മുടെ പ്രതീക്ഷയാണ്.